ഡൽഹിയിലാണുള്ളത്. ഞാനിപ്പോൾ അഗ്രസൻ കി ബൗളി എന്ന് വെച്ചാൽ ഡൽഹിയിലെ പ്രേതാലയം. ഒരുപാട് നിഗൂഢതകളുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഫോറിനേഴ്സ് ആണ് ഒരുപാടുള്ളത്. ഉഗ്രസൻ ബൗളി മോണുമെന്റ് ഓപ്പൺ ടൈം സൺറൈസ് ടു സൺസെറ്റ്. ഉഗ്രസൻ കി ബൗളി. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം. ഇവിടെ നിന്ന് വന്ന് കാര്യത്തിന് നമുക്ക് കാണാൻ പറ്റും. ഓ, ഒരുപാട് പേരുണ്ടല്ലോ എൻ്റെ മോനെ. നിങ്ങൾ നോക്കി കാണാം, അവിടെ കറുത്ത വെള്ളമാണ് കാണുന്നത്. നമുക്ക് എന്തായാലും താഴോട്ടേക്ക് ഇറങ്ങി നോക്കാം. ഇപ്പം നോക്കിയാൽ കാണാം ഒരുപാട് പ്രാവും അതുപോലെ വവ്വാലൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒരു കയർ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു കയർ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതിലെ ഒരു ജലസംഭരണിയാണ് ഇത്. പക്ഷെ ഒരുപാട് കെട്ടുകഥകളുണ്ട്. ഒരുപാട് പേര് ഇവിടെ മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഇവിടുന്ന് ആരും ഇതുവരെ മരിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു കറുത്ത വെള്ളം കാരണമാണ് നമുക്ക് ഈ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ കെട്ടുകഥകളാണ്. കാണാൻ നല്ല ബ്ലാക്ക് വാട്ടറാണ്. ഈ വെള്ളം കാരണമാണ് മരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുമെന്ന് പറയുന്നത്. എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉള്ളത്. ഒരുപാട് പഴക്കമുള്ളൊരു ജലസംഭരണിയാണിത്. മൊത്തത്തിൽ 108 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഈ മോണുമെന്റ് ഉള്ളത്. ഇതൊരു മൂവി ലൊക്കേഷനാണ്. ഇപ്പോൾ നമ്മുടെ അമീർ ഖാന്റെ PK, അതുപോലെ തന്നെ സൽമാൻ ഖാന്റെ സുൽത്താനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ മഴക്കാലത്ത് ആ ലെവൽ വരെ വെള്ളം നിറയാറുണ്ട്. അവിടെയൊക്കെ ഗേറ്റ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്സാണ് അവിടെ ഉള്ളത്. ഇതൊരു 3 നിലയായിട്ടാണ് ഉള്ളത് കേട്ടോ. ഇത് 1-ാം നില, 2-ാം നില, 3-ാം നില അങ്ങനെയാണ് ഉള്ളത്. ഇതിൻ്റെ ടോപ്പിൽ കയറിയിട്ടാണുള്ളത്. ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. അതിലൂടെയാണ് കയറി വന്നത്. വന്നപാട് നമുക്കിത് കാണാൻ പറ്റും. അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനെന്തായാലും ഇവിടുന്ന് പോവാണ്. ചെറിയൊരു സ്ഥലമാണ്, അധികം നേരം സ്പെൻഡ് ചെയ്യാനൊന്നും ഇല്ല. പക്ഷേ വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്തായാലും ഒരു വട്ടെങ്കിലും ഇവിടെ വന്ന് നോക്കണം. ഇവിടത്തേക്ക് വരണമെങ്കിൽ ഇവിടെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ജൻപദാണ്. ഞാനിപ്പോൾ പഹർഗഞ്ച് മാർക്കറ്റിലേക്ക് പോവാണ്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. പഹർഗഞ്ചിലേക്കുള്ള ഏറ്റവും അടുത്തുള്ള മെട്രോ എന്ന് പറയുന്നത് അശ്രം മാർഗാണ്. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. ഇപ്പോൾ പഹർഗഞ്ച് മാർക്കറ്റിലാണ് ഉള്ളത്. കണ്ടോ, ഇവിടെ എല്ലാ സാധനവും അവൈലബിൾ ആണ്. നമുക്ക് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ തന്നെ സാധനങ്ങൾ മേടിക്കണേ അതും മേടിക്കാം. എല്ലാം കിട്ടുന്നൊരു മാർക്കറ്റാണ്. ഉള്ളോട്ടൊക്കെ ഞാൻ പോയിരുന്നു. അവിടെയൊക്കെ ഫുള്ള് വൃത്തികേടായിട്ടാണ് ഉള്ളത്. അവിടുന്ന് അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലത്തൊക്കെ ഫുള്ള് ചളിയാണ്. ആ ചളിയുടെ അടുത്ത് തന്നെ ആയിട്ട് ചിക്കൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെയാണ് അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. പിന്നെ ഈ കണ്ടപ്പോൾ എന്തോ പോലെയായി. ഞാൻ അവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല. ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ മൊത്തം ഹോട്ടൽ റൂംസാണ്. ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് ഹോട്ടൽ റൂംസ് ആയിട്ടുള്ളത്. കാണാം നാരങ്ങ സോഡ. പക്ഷേങ്കിൽ മറ്റേ ഗോലി സോഡയാണ്. കാലാൻ നമുക്ക് ബ്ലാക്ക് സോൾട്ട്. നോക്കി കാണാം 350 ഷൂ ആണ്. എനിക്ക് ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ കടയിൽക്കാർ അതിനെത്ര എന്ന് ചോദിക്കാത്തത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് എല്ലാ സാധനം കിട്ടും. ഇവിടെ നിങ്ങൾ വന്നാൽ തന്നെ പുറത്തുനിന്നുള്ള ആളാന്ന് മനസ്സിലായാൽ തന്നെ ആളുകൾ വന്നിട്ട് ഹേയ് എന്നെ സാധനങ്ങൾ. ഇപ്പോൾ ഒരു ചങ്ങായി എന്നെ പേടിപ്പിച്ചു. അടുത്ത് വന്നിട്ട് ഹേയ് എൻ്റെ കണ്ണട കാണിച്ചത്. അങ്ങനത്തെ കുറച്ച് കോമഡി പരിപാടിയൊക്കെ ഉണ്ടാവും ഇവിടെ. ഡൽഹിയിൽ ചെറിയ പൈസക്ക് റൂം കിട്ടണമെങ്കിൽ ന്യൂഡൽഹിയിൽ വന്നാൽ മതി. ഇപ്പോൾ രാജീവ് ചോക്കിലാണ് ഉള്ളത്. മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഷോപ്പാണിത്. ഇവിടെ നമുക്ക് വെജ് സാൻഡ്വിച്ച് കിട്ടും. ചിക്കൻ്റെ ഒരു ഐറ്റംസും കിട്ടുമല്ലോ. എല്ലാ സാൻഡ്വിച്ചിന് 50 ആണ്. നമ്മൾ എന്തായാലും ഒരു പിസ്സ സാൻഡ്വിച്ച്. അതാണ്ട് ഈ സാൻഡ്വിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓവനിൽ വെച്ച് നല്ലപോലെ ചൂടാക്കിയിട്ട് തന്നത് അടിപൊളി കേട്ടോ. അതെല്ലാം കഴിച്ചിട്ട് വരാം. ഇപ്പോൾ മയൂർ വിഹാർ റെസിഡൻഷ്യലാണ് ഉള്ളത്. ഇനി റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. സീ യു ഗൈസ്. ബൈ.